ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ചായയുടെ സമയമായിട്ടുണ്ട്. ചായയുടെ സമയമായി. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ അച്ഛൻ മാങ്ങ, നല്ല പഴുത്ത നമ്മളെ മാവിൽ പിടിച്ച മാങ്ങയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ഇട്ട് അമ്മ നല്ല ഇലയപ്പം ഉണ്ടാക്കാനുള്ള പണിയിലാണ്. രണ്ടുപേരും അവരവരെ പണി. അമ്മ അന്ന് മാങ്ങ അച്ചാറിട്ട അമ്മ ഇന്നലെ രാത്രി മാങ്ങയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് ഗൈസ്. അച്ചാറിട്ട് നല്ല സൂപ്പർ അച്ചാർ കണ്ട, നല്ല അടിപൊളി അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആരൊക്കെയാണ് അമ്മ? നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ അമ്മാമ്മയുടെ വീടുണ്ട്. അവിടെ അമ്മാമ്മയുണ്ട്, അപ്പാപ്പുണ്ട്, മാമ ഉണ്ട്, മാമിയുണ്ട്, പിന്നെ പ്രഭു ഉണ്ട്, അവരെ മോൻ, പിന്നെ നമ്മൾ, ഞാനുണ്ട്, വിഷ്ണു അണ്ണുണ്ട്, മോനുണ്ട്, പിന്നെ അമ്മ, അച്ഛൻ, ഇത്രയും പേർക്കും കൂടെ ഉണ്ടാക്കുന്നത് കേട്ടാ. അവിടെ എന്തുണ്ടാക്കിയാലും ഇവിടെയും കൊണ്ടുവരും, ഇവിടെ എന്തുണ്ടാക്കിയാലും അവിടെയും കൊണ്ടുപോകും. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ പായസമായാലും എന്തായാലും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഹലോ അത്തു, ഇവിടേക്ക് ഇത് എന്തൊരു കോലോടെ. ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കളിക്കാനില്ലാത്തത്? എന്തോന്നുണ്ടാക്കുന്ന? തിന്നുന്ന സാധനോ? അത് ക്ലേ അല്ലേ? നോ 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 നോ. ഓക്കെ. വിഷ്ണുവിൻ്റെ നേരത്തെ ജോലി കഴിഞ്ഞിട്ട് വന്ന് മോനും ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കണം. പിന്നെ മിണ്ടായിരിയടാ, ചായ കുടിക്കണം, ഇലയപ്പം കഴിക്കണം. അങ്ങനെ നമ്മുടെ ഇലയിൽ എന്തെല്ലാം നമ്മൾ അതിന് പറയുന്ന അതല്ല, ഈ സംഭവത്തിന് എന്തെന്നാ പറയുമല്ലോ, ഈ തീറ്റേ, കോഴി തീറ്റേ, ഇത് മധുരം വെച്ചിട്ടുണ്ട് കായ്. പലതും പറയാം. തേങ്ങയും ശർക്കരയും മാങ്ങയും പഴവും ഉണ്ടാ. അപ്പം നമ്മൾ റിച്ച് ആയിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത്. ഭയങ്കര റിച്ച് ആയിട്ടാണ്. തന്നെ കളിയാക്കുന്നു. പാവ എൻ്റെ അച്ഛയുടെ പാത്രം തേക്കുന്നു കായ്സ്. കണ്ടാ നിങ്ങള്? കണ്ടാ അച്ഛൻ്റെ കൈ കാണിച്ചോടാ. അച്ഛാ പണ്ടത്തെ പച്ചകുത്തലാണ് അല്ലേ അച്ഛാ? എന്തൊരു തൂവൽ വെച്ചല്ലേ അത് കുത്തിയേക്കുന്ന? അല്ല മഷി കയറ്റി കുത്തുന്നല്ലേ അത്? കണ്ടാ? കാണിച്ചോട്. പണ്ടത്തെ കൃഷ്ണനാണ്, പണ്ടത്തെ ഉണ്ണിക്കണ്ണൻ. കണ്ടാ? വയറാണ് കുംഭവയറും, കുംഭകർണൻ. നമ്മൾ വിളിക്കുന്ന അങ്ങനെയാണ്. അമ്മ പിന്നെ ഒട്ടും മോശമല്ല. ഇതൊക്കെ തിന്നാ എങ്ങനെയാണ് തടിക്കാതിരിക്കുന്നല്ലേ ഗായ്സ്? എൻ്റെ അനിയത്തിയാണ് ഗൈസ് വിളിക്കുന്നത്. അനിയത്തിൻ്റെ അടുത്ത് കാര്യം പറയുന്നു. എന്തായിരുന്നമ്മ? അരിപ്പത്തിരിയാ? കൊളക്കട്ട ഉണ്ടാക്കിയെന്ന്? അത് നല്ലതുപോലെ കിണ്ടണം മക്കളെ, ചൂട് വെള്ളത്തില്. അത് മാവ് കിണ്ടുന്ന. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരെ തിന്നാൻ വേണ്ടി വരാം. അത് മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അച്ഛൻ എന്തിനുണ്ടാക്കുന്ന? ഓ, നറുതണ്ടി. എന്താ വെച്ചാൽ അതിന്റെ പേര് നറുതണ്ടി. ഇതാർക്ക്? അതാർക്ക്? ഓ അയ്യോ, എന്തോ ഒരു സ്നേഹ. ആ പല്ലി അത്രയും വല്യം കാണിച്ച് ചിരിക്കുന്ന നോക്കിയാണ്. എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് മാവിലിപ്പം ചൂട്. ഗൈസ്, ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്ന് തന്നെ അമ്മ എനിക്ക് ജ്യൂസ് അടിച്ച് വെച്ചേക്കും. ഇനി ഇതെനിക്ക് കുടിക്കണം. ഇത് സ്ഥിരം പണിയാണ്. അമ്മ ജ്യൂസ് അടിച്ച് വെച്ചേക്കും, ഇത് ഞാൻ കുടിക്കണം. വൈകിട്ടത്തെ പണികളെല്ലാം കഴിഞ്ഞ് ചായയും കടിയൊക്കെ തിന്ന് അമ്മ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് അമ്മയുടെ കുളി. അപ്പം ഞാനും എൻ്റെ ഇലയപ്പം ചായയൊക്കെ കഴിക്കട്ടെ. അമ്മയും കഴിക്കുന്നു. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വൈകുന്നേരം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.